നാളത്തെ ISL മത്സരത്തിന് മുന്നോടിയായി നിശ്ചയിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താ സമ്മേളനം വിലക്കി GCDA. വാർത്താ സമ്മേളനത്തിനായി എത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും പ്രസ് റൂമിൽ നിന്ന് ഇറക്കിവിട്ടു. സ്റ്റേഡിയം വാടക കാര്യത്തിൽ തർക്കം തുടരുമ്പോഴാണ് ഈ നടപടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അനിൽ വാസ്തേവാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, GCDAയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാതിരിക്കുന്നത്. സീസണിൽ നീണ്ട നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മത്സരം കൊച്ചിയിൽ തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. GCDA ആദ്യഘട്ടത്തിൽ വെറും 2 ലക്ഷം രൂപയ്ക്ക് ഓരോ മത്സരത്തിനും സ്റ്റേഡിയം വിട്ടുകൊടുക്കാമെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള തന്നെ വാർത്താസമ്മേളനം വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഈ തുക പര്യാപ്തമല്ലെന്നും 4.2 ലക്ഷത്തിലേക്ക് ഇത് ഉയർത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി തുടർ മത്സരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു അനിശ്ചിതത്വമായി നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ മത്സരം എന്തായാലും നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെ കിട്ടിയത് 9 മത്സരങ്ങളാണ്. ഈ മൊത്തം മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ കടുത്ത പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും വലിയ തുക നൽകിക്കൊണ്ട് എങ്ങനെ നടത്തുമെന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ആ ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ വഷളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ GCDAയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനം പതിവ് പോലെ മത്സരത്തിന് മുന്നോടിയുള്ള പ്രസ് മീറ്റ് വിളിച്ചിരുന്നത്. ഇതിനായി മാധ്യമപ്രവർത്തകരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഡേവിഡ് കറ്റാലെ അടക്കമുള്ളവർ സ്റ്റേഡിയത്തിൽ എത്തിയതാണ്. പക്ഷേ അവരെ ഈ പ്രസ് കോൺഫറൻസ് റൂമിലേക്ക് കടത്തിവിടാൻ തയ്യാറാകാത്ത എല്ലാവരെയും പുറത്താക്കി സ്റ്റേഡിയത്തിൽ നിന്ന് വാതിലടക്കുകയാണ് സെക്യൂരിറ്റിക്കാർ ചെയ്തത്. അതായത് അവർ പറഞ്ഞത് ഇതുവരെ അനുമതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല, GCDAയിൽ നിന്ന് അത്തരം പ്രസ് മീറ്റ് നടക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇതിനാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് ഡേവിഡ് കറ്റാലെ അടക്കമുള്ളവർ സ്റ്റേഡിയത്തിൽ നിന്ന് പോകുന്ന കാഴ്ചയും കണ്ടു. ബിഗ് ചാറ്റർജി CEO അടക്കമുള്ളവർ ഇപ്പോഴും സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. വാർത്താ സമ്മേളനം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രതിസന്ധി നാളെയാണ് മത്സരം. ആരാധകർ കാത്തിരുന്ന പോരാട്ടമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ നേരിട്ട് സ്റ്റേഡിയത്തിലെത്തി മത്സരം കാണുന്ന സ്റ്റേഡിയങ്ങളൊന്നാണ് കല്ലൂർ സ്റ്റേഡിയം. അവിടുത്തെ മത്സരങ്ങൾ ഒരുപക്ഷെ നടക്കാതിരുന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനൊപ്പം തന്നെ കേരള ഫുട്ബോളിന് തന്നെ വലിയ നഷ്ടമാണ്. GCDAയുടെ ഈ ഒരു പിടിവാശിക്കില്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത്. അതുകൊണ്ട് ഈ മത്സരം നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ളൊരു കാര്യം പോലും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും GCDA ഇനി എന്ത് നടപടിയെടുക്കും? നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ 2 ലക്ഷത്തിന് സ്റ്റേഡിയം വിട്ടുകൊടുക്കുമോ അതോ 4.2 ലക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ കൂടുതൽ വഷളാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ GCDAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.